നമസ്കാരം. മാങ്കൂട്ടമേ, നീ നിന്റെ പ്രതാപകാലത്ത് മാധ്യമ മൈക്കുകൾക്ക് മുന്നിൽ തഗ് ഡയലോഗായി ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറിനെ ആക്ഷേപിച്ചത് ഓർമ്മയുണ്ടോ? നീ മറന്നു കാണും. നീ മറന്നിട്ടുണ്ടെങ്കിലും വെട്ടിയ മഴു മറന്നാലും കൊണ്ട മരം മറക്കില്ല. നമ്മുടെ തന്നെ പല നേതാക്കന്മാർ ഡിവൈഎഫ്ഐക്കാർ നടത്തുന്ന പൊതിച്ചോറിനെ പറ്റിയൊക്കെ വാചാലരാകുന്ന പ്രസംഗങ്ങൾ വളരെ വേദനയോടുകൂടി കേൾക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. അതെ, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോർ എന്ന അനാശാസ്യത്തെക്കുറിച്ച് നീ ഒന്നും പറയുന്നില്ല. അത്രേ, നിനക്കത് അനാശാസ്യമായിരുന്നു. നീ അന്ന് ആ തഗ് ഡയലോഗ് അടിച്ച് കുറച്ചു പേർക്ക് മുന്നിൽ ആ നന്മ പ്രവൃത്തിയെ അപകീർത്തിപ്പെടുത്തിയതിന്റെ പേരിൽ കുറച്ച് സ്വീകാര്യത ഏറ്റുവാങ്ങിക്കാണും. പക്ഷേ അധ്വാനിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വീട്ടിൽ ഡിവൈഎഫ്ഐയുടെ സാധാരണ പ്രവർത്തകർ ചെന്ന് അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ നിന്ന് അത് കളക്ട് ചെയ്ത് പാവപ്പെട്ട രോഗികൾക്ക് മുടങ്ങാതെ ആശുപത്രികൾക്ക് മുന്നിൽ കൊടുത്തിരുന്ന വിശപ്പ് മാറ്റാനുള്ള നന്മയുണ്ടല്ലോ, നിനക്ക് അനാശാസ്യമായിരുന്നു. കുറ്റപ്പെടുത്തി ചിലരിൽ നിന്ന് കയ്യടി കിട്ടിയതിനു ശേഷം നേരെ മുറിയിലേക്ക് പോയി നീ ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പുറത്തേക്ക് വരുമ്പോൾ അന്ന് നീ ആക്ഷേപിച്ച അനാശാസ്യത്തെക്കുറിച്ച് ഡിവൈഎഫ്ഐ മറന്നില്ല. അതിനുള്ള മറുപടി ഇന്നവർ നിനക്ക് തരുന്നുണ്ട്. ദേ നോക്കിയേ, നിന്റെ ഗതികെട്ട രാജി എന്ന ആ പത്രത്താളുകളിൽ ഇന്ന് ഡിവൈഎഫ്ഐ ആശുപത്രികളിൽ പൊതിച്ചോർ വിതരണം ചെയ്യുന്നുണ്ട്. നീ എന്താ കരുതിയേ? നീ പൊതിച്ചോറിനെ ആക്ഷേപിച്ചിട്ട് കഴുകനെ പോലെ അങ്ങ് വളരെ ഉയരത്തിൽ പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടി സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്നാലും നീ സേഫ് ആണെന്ന് കരുതി. പക്ഷേ നിനക്ക് അവിടെയാണ് തെറ്റിയത്. നീ ഇന്നലകളിൽ കൊടുത്ത സന്ദർഭങ്ങളിൽ ഞങ്ങൾ നിശബ്ദമായി നിന്നത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഏറ്റുവാങ്ങി എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിൽ കുറിച്ചുകൊണ്ടാണ്. അതായത് നീ തരുന്നത് എന്ത് ഗ്രാവിറ്റിയിലാണോ അതിന്റെ ഇരട്ടി ഗ്രാവിറ്റിയിൽ തിരിച്ചു തരും. അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അന്ന് നീ അധിക്ഷേപിച്ച ആ പൊതിച്ചോറുണ്ടല്ലോ, ഇന്ന് ജനങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ അതിനെ അധിക്ഷേപിച്ച നിന്റെ ഗതികെട്ട രാജിയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആയിരിക്കും അതിനുള്ള മറുപടി തയ്യാറാക്കുന്നത്. അതിന്റെ പേരാണ് യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐയിലെ വീറുറ്റ മറുപടി എന്ന് പറയുന്നത്. നീ കണ്ടേ, ഇന്ന് കേരളത്തിലെ പലയിടങ്ങളിലും നിന്റെ ഗതികെട്ട രാജി ജനത്തെ ഞങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കും. ഇന്നലെ അധിക്ഷേപിച്ചവനെ ഈ നാടിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊടുക്കും. അത് അവർ ചെയ്യുന്ന നന്മയിലൂടെ ആണെങ്കിൽ പോലും നിന്റെ രാജി അച്ചടിച്ചു വന്ന മഷി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിച്ചുകൊണ്ടേയിരിക്കും. ആ ആഭാസൻ ആരായിരുന്നു എന്നും നീ പറഞ്ഞ അതിന്റെ മറവിലെ അശ്ലീലമല്ല, നീ തന്നെയാണ് മറവിൽ മുഴുവൻ അശ്ലീലമായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വളരെ മനോഹരമായിട്ടുള്ള പ്രതികാരം. അതെ, പ്രതികാരം വീട്ടാനുള്ളത് തന്നെയാണ്. നീ ഏത് തീവ്രതയിലാണോ അത് കൊടുത്തത് അതേ തീവ്രതയിൽ നിനക്ക് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കും. അതിൽ ഒരു ദാക്ഷിണ്യവും നീ പ്രതീക്ഷിക്കരുത്. നീ ചെയ്തതിനൊക്കെയും ഇരട്ടിക്കിരട്ടിയായിട്ട് പലിശയും കൂട്ടുപലിശയും സഹിതം തിരിച്ചു തരുന്ന പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിനുള്ളത്, ഡിവൈഎഫ്ഐക്കുള്ളത് എന്നതിന്റെ ഒരു നേർ സാക്ഷ്യം കൂടിയാണ് ഇന്ന് നിന്നോടുള്ള ആ മധുര പ്രതികാരം വീട്ടൽ. ഇന്നലകൾ നീ പറഞ്ഞ ഓരോന്നും ഇതുപോലെ തന്നെ മറുപടിയായി തന്നുകൊണ്ടിരിക്കും. പൊതിച്ചോറിനെ ആക്ഷേപിച്ചുള്ള ആ കണക്ക് തീർക്കലുണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിന്റെ ഹൃദയം തകരുന്നുണ്ടാകും. അതുകൊണ്ടൊന്നും നിർത്താൻ പോകുന്നില്ല. നീ ചെയ്തതിനൊക്കെയും നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു രീതി. അതിന്റെ ഒരു ചെറിയ വേർഷൻ മാത്രമേ നീ കണ്ടതെന്ന് മാത്രമേ പറയാനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇനി പുറകെ വരാനിരിക്കുന്നതേ ഉള്ളൂ. കാത്തിരുന്നോളൂ.